യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ദൈവവചനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വചനം ഈശോ സംസാരിക്കുന്നത് എന്ന വചനത്തിലൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് അതിനം കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്നുള്ള വചനം നമുക്ക് ഓർക്കാം. ഈശോയെ, അങ്ങയുടെ വചനം വായിക്കുവാനും അങ്ങനെ വചനത്തിൽ ബുദ്ധി കൊണ്ട് മാത്രം വചനം വായിച്ച് കുറച്ച് അറിവ് സമ്പാദിക്കാതെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് ആത്മാവിൽ വചനം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ബുദ്ധിയുടെയും അറിവിൻ്റെയും തലത്തിൽ മാത്രം നിന്നുകൊണ്ട് വചനം വായിക്കാനും ഗ്രഹിക്കാനും നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മാനസാന്തരമോ അങ്ങനെ ഒന്നും സാധ്യമായി തീരാതിരിക്കും. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് പറയുന്ന ഈശോയുടെ വചനം നമുക്ക് ഓർക്കാം. അങ്ങനെ വചനത്തെ ഈശോയെ പോലെ തന്നെ ഈശോ തൻ്റെ വചനം അയച്ചാണ് രോഗികളെ സൗഖ്യപ്പെടുത്തിയത്. വചനം അയച്ചുകൊണ്ടാണ് പിശാചുകളെ പുറത്താക്കിയത്. ദൈവം വചനം ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെയും എല്ലാം സൃഷ്ടിച്ചതെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൻ്റെ തന്നെ ശക്തി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ദൈവവചനം വായിക്കാനും ദൈവത്തിൻ്റെ വചനമോ എല്ലാം ദൈവനിവേശിതമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വെച്ചപ്പെട്ടുള്ള ആ ദൈവവചനം മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ തന്നെ നമുക്ക് അപേക്ഷിക്കാം. ഈശോയെ, വചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലേക്ക് അങ്ങ് അയക്കണമേ. അങ്ങനെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാനും വചനത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി കരുതുവാനും അങ്ങനെ വചനത്തിലൂടെ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ഈശോയുടെ ഉത്ഥാനവും ഉയർപ്പും പീഡാസഹനവും വഴി നമുക്ക് ദൈവം നമ്മുടെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ അത് ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ബൈബിളിലെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ വിശ്വസിക്കുവാനും അങ്ങനെ ദൈവവചനത്തിൽ നിത്യജീവൻ്റെ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും, നിത്യജീവൻ്റെ വചനങ്ങൾ എൻ്റെ പക്കലാണല്ലോ എന്ന്. അങ്ങനെ നിത്യതയിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്ന വചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി ഗ്രഹിച്ച് അത് ഉറക്കെ അത് പ്രഖ്യാപിക്കാനായിട്ട് യേശുവിൻ്റെ പ്രവാചകന്മാരായിട്ട് ദൈവത്തിൻ്റെ സ്വരമായിട്ട് ഒത്തിരി വ്യക്തികളെ ഈശോയെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഒത്തിരി വചന പ്രഘോഷകരെ പ്രദാനം ചെയ്യണമേ. വചനം മാംസമായി ധരിച്ച് പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് വന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലേക്കും വചനം വന്ന് നിറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരെയും പുതിയ വ്യക്തികളായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലും പ്രവൃത്തിയിലുമെല്ലാം വചനത്തിന് സാക്ഷികളായി തീരുവാനായിട്ട്
ഈശോയുടെ പ്രകാശവും ഈശോയുടെ സ്നേഹവും ഈശോ നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം വചനത്തിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഈശോയ്ക്ക് പകരക്കാരനായിട്ട് ഈശോയുടെ പകരക്കാരനായി ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഓരോരുത്തർ അതരങ്ങളിലൂടെ പുറപ്പെടാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപകളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവനിവേശിതമായ ബൈബിളിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ലെന്നുള്ള ബോധ്യത്തിൽ ബൈബിളിലെ 73 പുസ്തകങ്ങൾ എല്ലാം അതത് സാഹചര്യങ്ങളനുസരിച്ച് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് കിടക്കാം. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഹൃദയപൂർവ്വം വിശ്വസിച്ച് ഏറ്റെടുത്ത് സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇന്നും സാധിക്കും. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ ഉറക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാശിക്കുന്നത്. ആത്മാവിൽ എളിമ എന്ന് പറഞ്ഞാൽ വചനം പ്രഘോഷിക്കപ്പെടുന്നതെല്ലാം വചനങ്ങളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ട്, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കാനായിട്ട്, അത് ഞങ്ങളെ നിറവേറാൻ വേണ്ടിയിട്ട് ദൈവം ഞങ്ങളിൽ ഓരോരുത്തരിലും നിറവേറുമെന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു വിശ്വസിക്കാനായിട്ട് ആണ് ഇവിടെ ഈ വചനഭാഗത്ത് നമ്മോട് പറയുന്നത്. സങ്കീർത്തനം 118:17 ഞാൻ ജീവിക്കും, കർത്താവിൻ്റെ പ്രവർത്തികൾ എന്നും പ്രഘോഷിക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ തെസ്സലോനിക്കയിലെ യഹൂദര് ആളുകൾ വളരെ മാന്യരായ വ്യക്തികളാണെന്ന് പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ മാന്യരായ വ്യക്തികളെന്ന് പറയുന്നത് അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിക്കുകയും അത് പറയുന്നതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ലിഖിതങ്ങളിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇതിനും അവർ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചു കൊണ്ടേയിരുന്നു. 1 യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവം ഇറങ്ങി വരുന്ന അതേ ഫലം തന്നെ വചനം ഇറങ്ങി വരുമ്പോഴും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തിരുവചനത്തിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ദൈവവചനത്തെ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട്. ദൈവം ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ വചനവും അതേപോലെ തന്നെ ചെയ്യും. ദിവ്യകാരുണ്യത്തിലാണോ വചനത്തിലാണോ ഈശോ കൂടുതലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 വർഷമായിട്ട് സഭ യേശുവിൻ്റെ ശരീരത്തെ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തെ ആദരിച്ച് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ ശരീരത്തിനുള്ള അതേ മഹത്വം തന്നെയാണ് കത്തോലിക്ക സഭ ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും വന്ന് നിറയും.
ദൈവം തൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം വഴിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പ്രഭാഷകൻ 42:15 പറയുന്നു, കർത്താവിൻ്റെ പ്രവൃത്തികൾ അവിടുത്തെ വചനം വഴിയും നിർവഹിക്കപ്പെടുന്നു. കാലകാലങ്ങളായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളിലെ കെട്ടുകൾ അഴിയണമെങ്കിൽ, ബന്ധനങ്ങളൊക്കെ അഴിയണമെങ്കിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. അത് വചനം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ സമയത്താണ് ദൈവം തൻ്റെ ഇറങ്ങി വന്ന് നമ്മളിലുള്ള പൈശാചിക ശക്തികളെയും രോഗങ്ങൾ, തകർച്ചകൾ, ബന്ധനം എന്നെല്ലാം ദൈവം നമ്മെ ഓരോരുത്തരെയും വിടിവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വചനം വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ചുകൊണ്ട് ആ വചനങ്ങളെല്ലാം ബൈബിളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈശോ എങ്ങനെയാണ് ഇറങ്ങി വന്ന് മനുഷ്യരെ തൊടുന്നത്, അതേപോലെ തന്നെ യേശുവിൻ്റെ വചനവും ഇറങ്ങി വന്ന് മനുഷ്യർ ഓരോരുത്തരുടെ ഹൃദയത്തെയും തൊടാനായിട്ട് വചനത്തിൻ്റെ ശക്തിയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രഭാഷകൻ 42:15 പറയുന്നു, കർത്താവിൻ്റെ പ്രവൃത്തികൾ അവിടുത്തെ വചനം വഴിയും നിർവഹിക്കപ്പെടുന്നു. 2 വായർ 8:18 പറയുന്നു, അവർ ആയുധങ്ങളിലെയും സാഹസ്യകൃത്യങ്ങളിലും അല്ല ആശ്രയിക്കുന്നത്, തനിക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലചലനത്താൽ തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് അവൻ്റെ പ്രത്യാശ. മത്തായി 8:16 കാണാൻ സാധിക്കും, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. രോഗങ്ങൾ സുഖപ്പെടുത്താനായിട്ട് യേശുവിൻ്റെ വചനത്തിന് സാധിക്കും. ലൂക്ക 5:17 കാണാൻ സാധിക്കും, അവിടുത്തെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യേശുവിൻ്റെ വചനങ്ങളെല്ലാം സ്നേഹത്തോടെ വായിച്ച് വിശ്വാസത്തോടെ വായിക്കുമ്പോൾ യേശുവിൻ്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ വന്നു നിറയും. വചനം വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം, ഈ ദൈവം തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും സംസാരിക്കുന്നതെന്ന് നമുക്ക് ഉള്ള ബോധ്യം ഉണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 16:14 കാണാൻ സാധിക്കും, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. സ്നേഹമെന്നാൽ മനുഷ്യനോടുള്ള സ്നേഹമുണ്ട്, മനുഷ്യനോടുള്ള വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ദൈവത്തിലുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വാസവും 2 തരത്തിലുള്ള സ്നേഹമാണ് നമുക്ക് ഉള്ളത്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വിശ്വാസത്തിൽ നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുക. റോമേ 4:20 പറയുന്നു, ദൈവസ്നേഹത്തിൽ ശക്തി പ്രാപിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. നിങ്ങൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് യേശുനാമത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. മത്തായി 10:42 കാണാൻ സാധിക്കും, ഈ ചെറിയവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിനോട് നമുക്ക് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ശിഷ്യരായിത്തീരുന്നു. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കാനായിട്ട് ഇടവരും. ഗലാത്യർ 5:22 കാണുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയെല്ലാമാണ്. സ്നേഹം ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് സൗമ്യതയുള്ള വ്യക്തികളും ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ക്ഷമിക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
മത്തായി 15-9 വാക്യങ്ങളും ദുശ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ്, ദുഷ്ടതയിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. യോഹന്നാൻ 6:36 കാണാൻ സാധിക്കും, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. നമ്മുടെ ഈശോയുടെ വചനത്തിൽ ആത്മാവും ജീവനും അടങ്ങിയിരിക്കുന്നു. ബൈബിള് എല്ലാം വായിച്ചു കഴിയുമ്പോൾ ആ ഒരു വ്യക്തി എന്തായാലും ആ ഈശോ എന്ന വ്യക്തിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ബൈബിൾ ഒരു പുസ്തകമല്ല, ബൈബിൾ ഒരു വ്യക്തിയാണ്. അത് ഈശോ എന്ന വ്യക്തി. വചനം നമ്മൾ ഓരോരുത്തരുടെ ആത്മാവിലേക്ക് കടന്നു വന്ന് ജീവനായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നു നിറയണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ ദൈവിക പദ്ധതിയാക്കി കാണാനായിട്ട്, ദൈവത്തിൻ്റെ ഹിതമായി കാണാനായിട്ട് ആ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കൃപ തരുന്ന നമ്മെ പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ ആരും നമ്മെ അംഗീകരിക്കുന്നില്ല, ആരും നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുമ്പോൾ ആ സ്നേഹം നമ്മളുള്ളിൽ വന്നറിയുമ്പോൾ നമുക്കൊരിക്കലും മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം നമ്മളുണ്ടായിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനം നമ്മൾ വന്നറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയായിട്ട് തീരാനായിട്ട് ദൈവം ഇടവരുത്തും. നമ്മൾ ഓരോരുത്തരുടെ കണ്ണുനീരിയിലേക്ക്, കടബാധ്യതയിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ ദൈവത്തെ പോലെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാൻ 1:1 നമുക്ക് കാണാൻ സാധിക്കും, വചനം ദൈവമായിരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സുഖപ്പെടുത്തുന്നത് അവിടുത്തെ വചനമായിട്ടെത്താമെന്നുള്ളത് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. റോമ 1:17 കാണാൻ സാധിക്കും, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഏവർക്കും, അത് യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷത്തിൻ്റെ ശക്തി വചനത്തിലാണ് നിറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹെബ്രായർ 4:12 കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും അത് തുളച്ചു കയറും. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരുടെ ആത്മാവിലേക്കും മനസ്സിലേക്കുമാണ് കടന്നു കയറുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. യോഹന്നാൻ സുവിശേഷം 15:3 ഞാൻ പറഞ്ഞ ഈ വചന നിമിത്തം നിങ്ങൾ ഓരോരുത്തരും ശുദ്ധിയുള്ളവരായി തീർക്കപ്പെട്ടിരിക്കുന്നു. വചനം നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിലെ ദൈവത്തിൻ്റെ നമ്മൾ ഓരോരുത്തർ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ബോധ്യം നമുക്ക്. വചനം അരമണിക്കൂർ നേരം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന വ്യക്തികൾക്ക് സഭ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദണ്ഡവിമോചനം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളിൽ നിന്നെല്ലാം ആ പാപത്തിന് ഒരു കടമുണ്ട്. ആ കടം വീട്ടലിനാണ് ദണ്ഡവിമോചനം എന്ന് ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനം 119 12 വാക്യങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ.
അറിയാതെ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ശുദ്ധീകരണം ആവശ്യമാണെന്ന് ഇവിടെ സാധിക്കുന്നു. പുറപ്പാട് 15:26 ആണെങ്കിലും ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും സുഖപ്പെടുത്തുന്ന വചനമാണ്. സങ്കീർത്തനം 102 20 വാക്യത്തിൽ ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന്. ദൈവം ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. മത്തായി 8:16 അവന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും ഉറക്കുകയും പ്രഖ്യാപിക്കുകയും അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറും. 2 മക്കബായർ 8:18 കാണാൻ സാധിക്കും. അവർ ആയുധങ്ങളിലെയും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുകയും നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനാണ് നമ്മളെ പ്രത്യാശ. ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കണമെങ്കിൽ ദൈവദിനം ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരുടെ മനസ്സുകളെയും ദൈവമേ തുറക്കണമേന്ന് നമ്മൾ ദൈവത്തോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 4:4 കാണാൻ സാധിക്കും. ഈ ലോകത്തിന് ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. അത് തുറക്കുന്ന സുവിശേഷത്തിൻ്റെ വിശുദ്ധമായ പ്രകാശം നമ്മൾ ഓരോരുത്തരിലേക്കും വന്നു ചേരുന്ന അത്യാവശ്യമാണ്. സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിനെയും അന്ധമാക്കി, ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിനെയും അന്ധമാക്കി വെച്ചിരിക്കുകയെന്ന്. അതുകൊണ്ടാണ് നമുക്ക് വചനം സ്വീകരിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. വചനം നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. മത്തായി 10:31 കാണാൻ സാധിക്കുന്നു. മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ ഞാനും ഏറ്റുപറയുമെന്ന് നമുക്കവിടെ സാധിക്കും. മനുഷ്യരുടെ മുന്നിൽ എന്നെ തള്ളി പറയുന്നവനെയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിലും ഞാനും തള്ളി പറയുമെന്ന് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വചനം കേൾക്കാൻ സാധിക്കാത്തക്ക വിധം നമ്മെ ഓരോരുത്തരും ബന്ധിച്ചിരിക്കുന്നത് ഈ ലോകാരൂപിയായ സുഖലോലഭതയും ലോകത്തോടുള്ള നമ്മുടെ ഒരു താല്പര്യവുമാണ് നമ്മെ വചനം കേൾക്കുന്നതിന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും വചനം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഓരോരുത്തർ കുടുംബങ്ങളെയും വിശദീകരിക്കാനായിട്ട് വചനത്തിന് സാധിക്കും. ആ ദൈവവചനത്തിന് ശക്തിയുണ്ട്. സങ്കീർത്തനം 29:4 പറയുന്നു, കർത്താവിൻ സ്വരം ശക്തി നിറഞ്ഞതാണ്. അത് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുകയും അവിടുത്തെ ശബ്ദം നമ്മൾ ഓരോരുത്തരും ഈശോയുടെ വചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്കും ഹൃദയത്തിലേക്കും കുടുംബത്തിലേക്കും ജീവിതത്തിലേക്ക് നമ്മുടെ പ്രയാസങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും കടബാധയിലേക്കും രോഗങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്ന് അവിടെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കാനായിട്ട് ദൈവത്തിന് വേണ്ട ശക്തി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എസ്കേൽ 6:14 ദൈവത്തിൻ്റെ ദൈവവചനം ആത്മാവാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദൈവം ഈ വചനം ഉപയോഗിച്ചെന്ന് 20 വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനം. ആ വചനം ഉപയോഗിച്ച് നമ്മളെ ഓരോരുത്തരെയും ഒരു വാള് എടുത്തുകൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നത് എന്തായാലും അത് ആക്രമിക്കാൻ വരുന്നവരെ വെട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തരും സാധിക്കും. അതുപോലെ ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂർച്ചയുള്ള ആ വചനം നമ്മെ ഓരോരുത്തരെയും വെട്ടി ഒരുക്കാനായിട്ട് സഹായിക്കും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
നമ്മളതിനെ വചനം നമ്മൾ ഉറക്കെ പറയാനായിട്ട് സാധിക്കണം. ഏശയ്യ 41:13 കാണാൻ സാധിക്കും. ഭയപ്പെട്ട ഞാൻ എൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട ഞാനാണ് ദൈവം, ഞാൻ നിന്നെ വലത് കരം പിടിച്ചിരിക്കുന്നു, ഞാൻ പറയുന്നു ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിരാശ, മടുപ്പ്, ഭയം, ഭാരം, അങ്ങനെ ആത്മഹത്യ ചിന്ത, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം ഉറക്കെ വായിക്കാനായിട്ട്, അത് പ്രഖ്യാപിക്കാനായിട്ട്, അത് വിശ്വസിക്കാനായിട്ടും ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം. റോമർ 8:38 മുതലുള്ള വാക്യം കാണാൻ സാധിക്കും. യേശു തന്നെ പരീക്ഷിക്കാനുമെന്ന മല മുകളിലേക്ക് പോയി അവിടെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു സാത്താൻ്റെ മേലെ, പിശാചിൻ്റെ മേലെ വചനം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അവനെ നേരിട്ടത്. ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മലമുകളിലേക്ക് കൊണ്ടുപോയി സാത്താൻ നോക്കിയപ്പോൾ, പരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഈശോ ഓരോ വചനങ്ങൾ ലിഖിതങ്ങളിൽ നിന്ന് എടുത്ത് കൊണ്ടാണ് സാത്താനെ എതിർത്ത് തോൽപ്പിച്ചതെന്ന് നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉറക്കെ വചനം വായിക്കുകയും ഉറക്കെ നമ്മൾ വചനം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയും അവനെ ഏൽപ്പിച്ചു കൊടുത്ത അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവർ ദൈവമാണ്. ദൈവം മരിച്ചുവെങ്കിലും അവൻ തൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസ്ലീഹ ചോദിക്കുകയാണ്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും? ക്ലേശമോ, ദുരിതമോ, നഗ്നതയോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ, നിന്നെ പ്രതി ദിവസം മുഴുവൻ ഞാൻ കൊല ചെയ്യപ്പെടുന്നു, ആടിനെ പോലെ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ അവിടെ എല്ലാം മേൽ വിജയം വരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മെ അതിൽ നിന്ന് തൊടാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും. ആത്മാവിൽ എളിമ അനുതാപം ഉണ്ടായിരിക്കും എന്ന് വചനം കേൾക്കുമ്പോൾ പിറക്കുകയും ചെയ്യുന്നവരാണ് ഞാൻ കടാശിക്കുന്നത്. ദൈവവചനത്തെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, അത് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനായിട്ട് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചില്ല. വേറെ ചിലത് മുള്ളുകളിടയിൽ വീണു, അവ വളർന്നു വന്നപ്പോൾ മുള്ളുകൾ അവരെ ഞെരുക്കിക്കളഞ്ഞു. ഈ ഒത്തിരി പേര് വഴിയരികിൽ വീണ സ്ഥലത്ത് ഒത്തിരി പേര് നടന്ന് പതിഞ്ഞ സ്ഥലമാണ് വഴിയരികിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ വചനം വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ വചനം അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. അത് സാത്താൻ വന്ന് കൊണ്ടുപോകാനായിട്ട് ഇത് നൽകും. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. വെളിപ്പാട് 1:3 നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുകയും കേൾക്കുന്നവരും ഇതിലേതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനം 1:1 മുതലുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസൻ്റെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു.
പാപി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാത്തവനാണ് പാപി എന്ന് പറയുന്നത്. പരിഹാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് വിധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പരിഹാസകരെന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവിൻ്റെ നിയമത്തിലാണ്, വചനത്തിലാണ്. രാവും പകലും നമ്മൾ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുകയും അത് ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കാൻ സാധിക്കും. സങ്കീർത്തനം 57 വാഴാൻ സാധിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ രാവും പകലും ആവർത്തിച്ച് വായിക്കാനും ഉരുവിടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറവേറുകയും നമ്മെ ഓരോരുത്തരും ദൈവം വഴി നടത്തുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സഫലമാക്കി തരികയും അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതം വിജയമാക്കി മാറ്റാനായി ദൈവത്തിന് സാധിക്കും. കർത്താവിൻ്റെ എഫേസ്യസ് 1:10 കർത്താവിൻ്റെ സകല ശക്തികളുടെ ആയുധങ്ങൾ ധരിക്കുവിൻ, കർത്താവിൻ്റെ ശക്തിയുടെ പ്രഭാവത്തെ കരുത്തുള്ളതായിരിക്കുവിൻ, പിശാചിൻ്റെ കെണികളെ നേരിടാനും ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മുടെ പോരാട്ടം മാംസങ്ങളും രക്തത്തോടുമല്ല, നമ്മൾ പോരാടുന്നത് നമ്മുടെ പ്രവൃത്തികൾ മാംസത്തോടും രക്തത്തോടുമല്ല നമ്മൾ ഓരോരുത്തരും പോരാടുന്നത്. നമ്മൾ മനുഷ്യരായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് മനുഷ്യരെയാണെങ്കിലും പിശാചാണ് അത് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ മനുഷ്യരോട് യുദ്ധം ചെയ്ത് അവരോട് വൈരാഗ്യം ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന എല്ലാം നിഷ്ഫലമായി പോകുമെന്ന് നമുക്ക് ഇവിടെ ഈ വചനത്തിൽ കാണാൻ സാധിക്കും. നമ്മളെ ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ചു പോകാൻ വേണ്ടിയിട്ട് പിശാച് തന്നെ ഒത്തിരി പ്രവർത്തികൾ ഒത്തിരി വ്യക്തികളിലൂടെ നമ്മെ വൈരാഗ്യമുള്ള വ്യക്തികളാക്കി തീർക്കാനായിട്ട് പ്രവർത്തിക്കുമെന്ന് എന്നുള്ള ബോധ്യത്തിൽ മനുഷ്യനോട് യുദ്ധം ചെയ്യാതെ മനുഷ്യൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആ പൈശാചിക ശക്തികളാണെന്നുള്ള ബോധ്യത്തിൽ ആ പിശാചിനെ പുറത്താക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ച് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യരോടുള്ള നമ്മുടെ ഓരോരുത്തരുടെ യുദ്ധമെന്ന് നമുക്ക് ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കാം. പൈശാചിക ശക്തികളോടാണ് നമ്മൾ ഓരോരുത്തരും പൊരുതേണ്ടത്. നമ്മൾ എപ്പോഴും ആത്മീയമായ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു പൈശാചികമായൊരു മണ്ഡലത്തിലൊരു ലോകമുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ടും മനുഷ്യരിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റാനായിട്ടും ഒത്തിരി പരിശ്രമിക്കുമെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തെ ആയുധമാക്കി എടുത്തുകൊണ്ട് വചനം ഉപയോഗിച്ചുകൊണ്ട് അതിന്മേൽ വിജയം വരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വെളിപ്പാട് 12-10 10 വാക്കുകൾ എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൾ നമ്മെ ദൈവസംരക്ഷണം വഴി പറയുകയും ചെയ്തിരുന്ന പിശാച് വലിച്ചെറിയപ്പെട്ടു. സഹോദരരെ ദുഷിക്കുകയും രാപ്പുകൾ പഴി പറയുകയും കൊണ്ടിരിക്കുന്നതാണ് പിശാചിൻ്റെ ജോലിയെന്ന് നമുക്ക് സാധിക്കും. അവരാകട്ടെ ദൈവത്തിൻ്റെ വാക്കും കുഞ്ഞാടിൻ്റെ രക്തവും കൊണ്ടുള്ള സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും പിശാചിൻ്റെ മേൽ വിജയം നേടി. നമ്മളൊക്കെ ദൈവമക്കൾക്ക് സാത്താൻ്റെ മേൽ വിജയം നേടണമെങ്കിൽ ആദ്യം വേണ്ടത് കുഞ്ഞാടിൻ്റെ രക്തത്തിലും സാക്ഷ്യത്തിൻ്റെ വചനമെന്ന ദൈവത്തിൻ്റെ വചനത്തിലും നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് ആ പിശാചിൻ്റെ മേൽ വിജയം വരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. യേശു തൻ്റെ കുരിശുമരണത്തിലെ മരണത്തിലൂടെ സാത്താൻ്റെ ശക്തികളെയെല്ലാം പരാജയപ്പെടുത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊളോസ്യസ് 2:14-15 വാക്യങ്ങൾ സാധിക്കും. ആധിപത്യങ്ങളെ അധികാരങ്ങളെ അവൻ നിരായുധമാക്കുകയും ആയുധം വെച്ച് അവരോരുത്തരെയും കീഴടക്കുകയും അങ്ങനെ പിശാചിനെ തോൽവി
കുരിശിലൂടെ ഈശോ കീഴടക്കിയ വ്യക്തിയാണ് പിശാചെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിശാചിനെ ഈശോ ആയുധം വെച്ച് കീഴടക്കി പരാജയപ്പെടുത്തിയത് ഈശോ കുരിശിൽ നമ്മളെ രക്ഷിച്ചു എന്നുള്ള ബോധ്യത്തിൽ യേശുവിൻ്റെ കുരിശിന്മേൽ നമ്മളെ വിജയം നേടിയെന്നുള്ള ആഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കുരിശിനെ അവഹേളിക്കാതെ ദൈവത്തിൻ്റെ കുരിശിനെ തണലിലിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹെബ്രായർ അപ്പോൾ പുതിയ നിയമത്തിലെ എല്ലാ അഭിഷേകവും നമ്മൾ ഓരോരുത്തരിലേക്കും നിറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെ വാക്കുകളിലൂടെ വചനങ്ങളിലൂടെയാണ്. സുവിശേഷം പറയുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നാവ് കൊണ്ട് പറയാതെ ആർക്കെങ്ങനെ അത് കേൾക്കാൻ സാധിക്കും? നമ്മൾ യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ വാക്കുകൊണ്ട് ഉറക്കെ ഏറ്റു പറയാനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. ഭയം, ദുഃഖം, കുടുംബത്തിലെ കടബാധ്യത, ദുഃഖത്തിലെ പ്രയാസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ഈശോയിലെ നമ്മളെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ദൈവത്തിൻ്റെ വചനം എടുത്ത് പിശാചിനെതിരെയും നമ്മുടെ ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും ഈശോയുടെ പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ ഓരോരുത്തരും വന്നിറഞ്ഞ് ആത്മാവിൻ്റെ ശക്തി നമ്മൾ വന്നിറയും. എൻ്റെ തിമോത്തിയും 3-15 വാക്യങ്ങളിൽ യേശു ക്രിസ്തുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിൽ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതലേ നീ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. എന്താണ് ദൈവനിവേശിതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ദൈവം ശ്വസിച്ചത്, ദൈവത്തിൻ്റെ ഓരോ വാക്ക് ദൈവത്തിൻ്റെ ശ്വാസമാണ്. അവിടെ സർവശക്തനായ ദൈവത്തിൽ നിന്ന് നിശ്വാസം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശു നമ്മുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെ അരൂപിയെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോ ഉള്ളിലേക്കും പ്രദാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാറ്റ്, പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്ന് നിറയും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ ബൈബിളിലെ അധ്യായങ്ങളെല്ലാം നമ്മൾ ഉറക്കെ വായിക്കാനുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലെ എല്ലാ വാതായനങ്ങളും തുറക്കപ്പെടുകയും ആത്മീയ വഴി തുറക്കപ്പെടുകയും ചെയ്യും. ദൈവവചനം കർത്താവിൻ്റെ ശ്വാസമാണ്. ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ അതിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ദൈവം സംസാരിക്കുന്നത് എന്താണെന്ന് ഓരോ ദിവസവും അത് തുറന്ന് വായിച്ചുകൊണ്ട് ദൈവം നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ദൈവവചനം വായിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടുപിടിക്കാം. ദൈവത്തിൻ്റെ സ്വരം പുറപ്പാടം അധ്യായം 15-26 വാക്യങ്ങൾ അവിടെ നിന്ന് തന്നെ നീതിമാൻ ദൈവമായ കർത്താവിൻ്റെ സ്വരം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ ഈജിപ്തിൽകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിൻ്റെ മേൽ വരികയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുള്ളിൽ സൗഖ്യം പ്രാപിക്കും. ജ്ഞാനം 16-12 അധ്യായം 12 ഭാഗത്തിൽ മരുന്നും ലേപനം ഔഷധമെല്ലാം എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണെന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
സങ്കീർത്തനം 107:20 പറയുന്നു, അവൻ നമ്മുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. നമ്മുടെ ഓരോരുത്തരുള്ളിലേക്ക് സൗഖ്യം കടന്നു വരുന്നത് വചനത്തിലൂടെയാണ്. മത്തായി 8:16 പറയുന്നു, ഈശ്വരൻ്റെ വചനം കൊണ്ട് അശുദ്ധാത്മാക്കൾ പുറത്താക്കുകയും രോഗികൾ സുഖപ്പെടുത്തുകയും ചെയ്തു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൗഖ്യം ശരീരത്തിലും മനസ്സിലാത്മാവിലും സൗഖ്യം പ്രദാനം ചെയ്യുന്നത്. ഏശയ്യ 66:12 കാണാൻ സാധിക്കും, ഐശ്വര്യ നദി പോലെ നിന്നിലേക്ക് ഞാൻ ഒഴുകും, ജനതകളിലെ സമാധാനം കരകവിഞ്ഞൊഴുകുന്ന അരുവികളെ പോലെയും. നിന്നെ അവൾ പാൽ വിട്ടുകയും ഇലയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സ്വാതന്ത്ര്യം അനുഭവിക്കും. ദൈവവചനം നമ്മൾ വായിച്ചുകൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ മാനസികമായ നമ്മുടെ മനസ്സിലുള്ള മുറിവുകൾ, വേദനകൾ ഒക്കെ സൗഖ്യമാക്കാനായിട്ട്, മാനസിക രോഗമുള്ള വ്യക്തികൾക്കൊക്കെ മനസ്സിന് സൗഖ്യം കിട്ടാൻ പ്രദാനം ചെയ്യാൻ ദൈവത്തിന് വേണ്ടി സാധിക്കും. ലൂക്ക 10:19 കാണാൻ സാധിക്കും, പാമ്പുകളിലെയും തേലുകളിലെയും ശത്രുവിൻ്റെ ശക്തികളിലെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. കടവാതിലുള്ള മക്കൾ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയാനായിട്ട് അവർ പരിശ്രമിക്കുക. വചനം ജീവിക്കുമ്പോൾ മാത്രമാണ് വചനം നമ്മൾ ഓരോരുത്തരെയും സുഖപ്പെടുത്താനായി സാധിക്കുകയുള്ളൂ. നിൻ്റെ നാമത്തിൽ നമ്മൾ പ്രവചിച്ചു, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കി, ഡെലിവറൻസിൻ്റെ വരം അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അവർ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് അത്ഭുത പ്രവർത്തന വരം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കപടഭക്തരായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഇല്ലാത്ത വ്യക്തികളായി നമ്മൾ മേൽ ഒത്തിരി വരങ്ങളുണ്ടെങ്കിലും വിശ്വാസത്തിൽ നമ്മൾ ഒത്തിരി വരങ്ങളെല്ലാം വരുന്നത് വിശ്വാസത്തിൽ നിന്നാണെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്വർഗത്തിലെത്തുമെന്നൊരു ഒരു ഗ്യാരൻറ്റിയും ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മെ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളെ ഓരോരുത്തരും വന്ന് നിറയാനായിട്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൽ വചനത്തിൽ കാണാൻ സാധിക്കും, ആ ഭവനം പണിതപ്പെട്ടത് പാറപ്പുറത്തായിരുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പുറത്ത് വീട് പണിത. കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കം വന്നു, കാറ്റൂടി, എന്നാലും അത് ഭവനം തകർന്നില്ല. കാരണം അത് ദൈവവചനത്തിൻ്റെ അടിത്തറയിൽ പണിയപ്പെട്ടതായിരുന്നു. എന്നാൽ മണലിൽ വീട് പണിത വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, കാറ്റൂതിയും വെള്ളപ്പൊക്കം വന്നു, മഴ പെയ്തു, ആ വീട് നശിച്ചു. അതിൻ്റെ വീഴ്ച വളരെ വലുതായിരുന്നു. നമ്മൾ വചനത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഭവനം അടിത്തറയുള്ള വ്യക്തികളായിട്ട് ആഴത്തിലുള്ള വേരൂന്നിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നിത്യതയിലേക്ക് കടന്നു വരാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് സാധിക്കും. നമ്മളിലുള്ള എത്ര വചനം ഒത്തിരി നമ്മൾ വായിച്ചിട്ടും നമ്മളുടെ പഴയ മനുഷ്യനെ മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് ആ വചന വായന ഒന്നും നമ്മളെ പുതിയ സൃഷ്ടിയാക്കി തീർക്കാനായിട്ട്, നമ്മളുടെ പാപബോധം ഉണ്ടാക്കാനും പാപങ്ങളിൽ നിന്ന് പുതിയ പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ വളർത്താനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കാനായിട്ട് സാധിക്കാമെങ്കിൽ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട്
സാധിക്കണം. ഇനിയും രോഗമുള്ള വ്യക്തികളൊക്കെ ഈ ഒരു വചനം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യപ്പെടാനായിട്ട് ആവർത്തിച്ച് ഏറ്റുപറയുക. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നും. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തും. വിശുദ്ധ ഗ്രന്ഥത്തിൽ 23 പുസ്തകങ്ങളാണ് നമുക്ക് ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് 1500 വർഷങ്ങൾ കൊണ്ടാണ്. 15 നൂറ്റാണ്ട് എടുത്തുകൊണ്ടാണ് ബൈബിളിലെ എഴുത്തുകാർ 47 പേരാണ് ആ ബൈബിൾ എന്ന ഗ്രന്ഥം എഴുതിയത്. ആ ഗ്രന്ഥകാരന്മാരെല്ലാം പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, രാജാക്കന്മാരുണ്ട്, പിന്നെ ചുങ്കക്കാരുണ്ട്, കവികളുണ്ട്, പിന്നെ രാഷ്ട്രീയക്കാരുണ്ട്, അങ്ങനെ ഒത്തിരി നാനാതുറ വൈദ്യന്മാരും ഡോക്ടർമാരും ജ്ഞാനികളും അങ്ങനെ ഒത്തിരി സാധാരണക്കാരും കർഷകരും എല്ലാവരും ആ ഗ്രന്ഥകർത്താക്കളിൽ പല വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുണ്ട്. പിന്നെ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ ബൈബിൾ വചനം എഴുതപ്പെട്ടത്. പിന്നെ ഒത്തിരി ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടതെന്ന് യേശുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു ഏത് ആന്തരികമായ ഒരു പൊരുത്തം ഈ ബൈബിളിലെ എല്ലാ ഇത്ര വ്യത്യസ്തരായ വ്യക്തികളാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഒരു ആന്തരികമായ ഒരു പൊരുത്തം, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് ഒരാൾ മറ്റൊരു ആളെ ഒരു പുസ്തകം മറ്റൊരു പുസ്തകത്തിന് വിപരീതമായിട്ട് ഒന്നും അതിൽ എഴുതപ്പെട്ടിട്ടില്ല. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് വെളിപ്പാടിൻ്റെ പുസ്തകത്തിലാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബൈബിൾ എഴുതിയത് ഒരിക്കലും മനുഷ്യരല്ല, പരിശുദ്ധാത്മാവാണ് ബൈബിളിൽ എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ദൈവം നിവേശിതമെന്ന് പറയുന്നത്. വിശുദ്ധ ലിഖിതങ്ങളിൽ നിത്യജീവനുണ്ട്. പരിശുദ്ധാത്മാവാണ് ഗ്രന്ഥകർത്താവ്. ബൈബിളിലെ പൗലോസ്ലീഹ അത് പറയുന്നുണ്ട്. അങ്ങനെ ബൈബിളിൽ ഒത്തിരി തർജ്ജമകൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ബൈബിൾ എന്ന വ്യക്തിയാണ്. ബൈബിളിലാണ് ഒത്തിരി തർജ്ജമകൾ, ഇപ്പോൾ ഒത്തിരി ഭാഷകളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥം ബൈബിളാണ്. ബൈബിള് വായിക്കുവാൻ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മേലെ യേശുവിൻ്റെ ആ സ്നേഹവും കരുതലുമെല്ലാം ആ വ്യക്തിയെ എത്തിച്ചേരാനായിട്ട് ഇത് നൽകുന്നു. യേശു എന്ന വ്യക്തിയിലാണ് ബൈബിൾ എന്ന ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രീകൃതമായ വ്യക്തി യേശുവാണ്. ഏത് പുസ്തകം വായിച്ചു നോക്കിയാലും അതെല്ലാം നമ്മൾ കൊണ്ടെത്തിക്കുന്നത് യേശു എന്ന വ്യക്തിയിലേക്കാണ്, യേശുവിൻ്റെ രക്ഷാകര രഹസ്യത്തിലേക്കാണ്. മനുഷ്യന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്തത്, അതിനു വേണ്ടി എടുത്ത ദൈവത്തിൻ്റെ എഫേർട്ട്, അതൊക്കെയാണ് നമ്മൾ ഈ വചനത്തിൽ കാണാൻ സാധിക്കും. മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം തൻ്റെ മഹത്വങ്ങൾ, ദൈവം മനുഷ്യനെ എന്തെല്ലാം അമൂല്യമായ വെളിപാടുകളാണ് ദൈവം തൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശ്വവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഏവനും യഹൂദനോ ഗ്രീക്കുകാരനോ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി രക്ഷയിലേക്കുള്ള അത് ഒരു കണ്ണാണ്. എവിടെയെല്ലാം ഉത്തേനായ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈശോ കടന്നു വന്ന് അവിടേക്കെല്ലാം ഈശോ കടന്നു വന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വർത്തിക്കും. പ്രവർത്തനം 10:44 കാണാൻ സാധിക്കും. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. ദൈവത്തിനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി. ലൂക്ക 1:38 കാണാൻ സാധിക്കും, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേർ സംഭവിക്കട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് പരിശുദ്ധാത്മയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ഈശോ ജനിക്കുന്നത്.
ഞാൻ ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കാര്യങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവനുള്ള വചനമാണ് ദൈവത്തിൻ്റെ വചനം. 1 യോഹന്നാൻ 10:10 പറയുന്നു, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ജീവൻ ഉണ്ടാകുന്നത്. ലൂക്ക 4:4 പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് നിറയും. സങ്കീർത്തനം 119:130 കാണാൻ സാധിക്കും, അങ്ങയുടെ വചനം നല്ല ചുഴൽ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സാത്താൻ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ലൂക്ക 19:9 പറയുന്നു, മറിയമാകത്ത് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ വന്നിറക്കും. അഗസ്തീനോസ് പുണ്യാളനെ മാനസാന്തരപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ഒരു വചനമാണ്. ഒത്തിരി പേര് അഗസ്തീനോസ് പുണ്യാളനെ ഒത്തിരി ദുർമാർഗപരമായ ജീവിതത്തിലാണ് അഗസ്തീനോസ് പുണ്യാളൻ ജീവിച്ചത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം അഗസ്തീനോസ് പുണ്യാളനെ ഉപദേശം കൊണ്ടൊന്നും ഒരിക്കലും രക്ഷപ്പെട്ടില്ല. ആ ഒരു ദിവസം ബൈബിൾ റോമ 13:11 വാക്യത്തിൽ ആ ഒരു വചനമാണ് അഗസ്തീനോസ് പുണ്യാളനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഇതെല്ലാം സംഭവിക്കുന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ പ്രവൃത്തികൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണ്ടായ മണിക്കൂറാണല്ലത്. രക്ഷ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അടുത്ത് എത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. നമുക്ക് അന്ധകാരത്തിലെ പ്രവൃത്തികളെ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപത, മദ്യാസക്തി, ലഹരിയിലോ ഔഹിക വേഴ്ചകളിലോ വിശ്വാസക്തികളിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് അഗസ്തീനോസ് പുണ്യാളനെ മാനസാന്തരപ്പെടുത്തിയത്. അങ്ങനെ ഒത്തിരി മാനസാന്തരം വന്ന് കണ്ണുനീര് ഒഴിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു വിശുദ്ധനാക്കിയിട്ട് അഗസ്തീനോസ് പുണ്യാളൻ തീർത്തത് ഈ ഒറ്റ വചനമാണ്. 2 തിമോത്തിയോസ് 3:4 പറയുന്നു, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പം വരുന്ന അങ്ങനെ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്നു. അവരവരുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗരെ വിളിച്ചുകൂട്ടും. നമ്മൾ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ്. 2 തിമോത്തിയോസ് 3:15-16 പറയുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിനെ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നിന്റെ ബാല്യം മുതൽ നീ പഠിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവം നിവേശിതമാണ്. എഫെസൂസ് 6:17 കാണാൻ സാധിക്കും, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. ആത്മാവിൻ്റെ വാളാണ് ദൈവവചനം. വചനം പറയുമ്പോൾ എല്ലാവരുടെ മേലും വിടുതലും അഭിഷേകവും സൗഖ്യവും പ്രാപിക്കാനായിട്ട് സാധിക്കും. വചനങ്ങൾ വിവരിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയാനായിട്ട് ദൈവത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. 1 കൊരിന്ത്യർ 2:14 പറയുന്നു, ലൗകിക മനുഷ്യനെയും ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ബോധത്വമാകയാൽ അവനത് അറിയുന്നില്ല. വചനത്തിൻ്റെ ജ്ഞാനം വചനത്തിന് ഇരിക്കുന്നത്, ജ്ഞാനം വചനത്തിലാണ് ഇരിക്കുന്നത്. 1 കൊരിന്ത്യർ 2:2 ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഈശോയെക്കുറിച്ച് മാത്രം അറിയാനായിട്ട് വചനത്തിലൂടെ നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കൊളോസ്യർ 4:2 കാണാൻ സാധിക്കും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, വചനത്തിൻ്റെ കവാടം തുറന്നു തരാൻ വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന് അതിൽ എഴുതിപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ അനുഗ്രഹമാണ് വചനത്തിലേക്ക് ദൈവത്തിൻ്റെ വാക്ക് പ്രവേശിച്ച് ആത്മാവിൽ അത് തുറന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തിൻ്റെ വചനം സൗഖ്യവും വിടുതലും നൽകുന്നു. മത്തായി 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈശോ അവനെ തൊട്ട് സൗഖ്യമാക്കി.
യേശു അശുദ്ധാത്മാക്കളെയും വചനം കൊണ്ട് പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. യോഹന്നാൻ അധ്യായത്തിൽ യോഹന്നാൻ്റെ 1:13 വാക്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മൾ വചനം നമ്മൾ ആത്മാവിലാണ് സ്വീകരിക്കുന്നത്, അല്ലാതെ ബുദ്ധിയിലും അറിവിലും നമ്മൾ ഒരിക്കലും വചനം കിട്ടിയാൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. വചനം ആത്മാവിലേക്ക് ഒഴുകപ്പെടുകയും അങ്ങനെ നമ്മളെ വിശദീകരിക്കാനും മനസ്സാന്തരപ്പെടുത്താനും വചനത്തിന് സാധിക്കും. യോഹന്നാൻ 15:3 കാണാൻ സാധിക്കും, എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. വചനം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആത്മാവിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും നമ്മെ അസാധ്യം മനുഷ്യരാക്കി വ്യക്തി തീർക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. പരിശുദ്ധ അമ്മയിലും യേശുവിൻ്റെ വചനമാണ് വന്ന് നിറഞ്ഞത്. ലൂക്ക 1:46-47 അമ്മ പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയിലെ ആത്മാവിലാണ് വചനം വന്ന് നിറഞ്ഞത്. ബുദ്ധിയിൽ അറിവിൻ്റെ തലത്തിൽ വചനം നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മെ മനസ്സാന്തരത്തിലേക്ക് നയിക്കില്ല. എന്നാൽ ആത്മാവിൽ വന്ന് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മാവിൽ വന്നു വചനം വന്ന് നിറയമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരിയും വചനം വായിക്കുകയും കൂതാശകളൊക്കെ ജീവിച്ചിട്ട് നമ്മൾ ഇന്നും നമ്മൾ പരിപൂർണ്ണ നിറഞ്ഞ വ്യക്തികളായി തീരാതിരിക്കുന്നതിന് പ്രധാന കാരണം നമ്മൾ വചനം സ്വീകരിച്ചിരിക്കുന്നത് ആത്മാവിലല്ല, അത് ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഈശോയെ അന്വേഷിക്കുകയും വചനം വായിക്കുകയും ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും പഴയ മനുഷ്യരായിട്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്ന പോലെ സംസാരിക്കാനായി സാധിക്കുകയില്ല, ജഡിക മനുഷ്യരോട് പോലെയും സംസാരിക്കാൻ കഴിയില്ല. ക്രിസ്തുവിനെ കുറിച്ച് പൈതങ്ങളെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഗുരുവായ ഭക്ഷണം കഴിക്കാനുള്ള ശക്തിയും ഇപ്പോൾ നിങ്ങൾക്കില്ല എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വചനം ഹൃദയത്തിൽ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അരമണിക്കൂർ നേരമെങ്കിലും ദിവസം വായിക്കുവാനും അങ്ങനെ വചനം ഗ്രഹിക്കുവാനും വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും പരിശുദ്ധാത്മാവും ഉണ്ടെന്നുള്ള ബോധത്തിൽ വചനം ഞങ്ങൾക്ക് മനസ്സിലാവാനും ഗ്രഹിക്കാനും സാധിക്കാതിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്ന് നിറയുമ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത്. ഈശോയിൽ തന്നെ നമുക്ക് വചനങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രഹിക്കാനുള്ള സാധിക്കാനുള്ള കഴിവ് തരണമേ എന്ന് നമുക്ക് ഈശോയിൽ തന്നെ നമുക്ക് അപേക്ഷിക്കാം. ഈശോ തന്നെ നമ്മൾ ഓരോരുത്തരെയും ആത്മാവിൻ്റെ ഉള്ളിലേക്കും വചനത്തെ അയച്ചുകൊണ്ട് നമ്മളെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം സൗഖ്യപ്പെടുത്താനായിട്ട് നമ്മെ ഈശോയുടെ വചനത്തിന് ശക്തി എന്ന ബോധത്തിൽ വചനം കേൾക്കുവാനും വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ ഈശോ നമ്മോട് ചെയ്ത രക്ഷാകര രഹസ്യങ്ങൾ ഈശോയുടെ പീഡാനുത്താനും കുരിശുമരണവുമായി നമ്മെ ഓരോരുത്തരെ രക്ഷിച്ചു എന്നുള്ള ഈശോയുടെ രക്ഷാകര കാര്യങ്ങളെല്ലാം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ബോധത്തിൽ അത് വിശ്വസിച്ച് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവരെ ആ വചനത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒത്തിരി വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം നമ്മൾ ഓരോരുത്തരെയും സുഖപ്പെടുത്തുകയും നമ്മുടെ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തുകയും നമ്മെ ബലപ്പെടുത്തുകയും മാനസികമായും ആത്മീയമായും ശാരീരികമായുമുള്ള നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വചനം നമ്മെ വിടുവിക്കും, വചനം നമ്മെ സൗഖ്യപ്പെടുത്തും, വചനം നമ്മെ വചനം കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മെ വചനത്തിൽ ഈശോയുടെ ശക്തിയുണ്ട്, ഈശോയുടെ വാക്കാണ് വചനമെന്നും ഈശോ നമ്മൾ സംസാരിക്കുന്ന വചനത്തിലൂടെയാണെന്നുള്ള ബോധത്തിൽ ഈശോയുടെ വചനം കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് ഈശോയെ വചനം വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ ഈശോ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയും നമ്മെ ഓരോരുത്തർ നിത്യതയിലേക്ക് നയിക്കാനായിട്ട് വചനത്തിന് ശക്തി എന്ന ബോധത്തിൽ വചനം എപ്പോഴും ആത്മാവും അനുതാവും എളിമയും കൂടെ ദൈവത്തിൻ്റെ മുന്നിലേക്ക് വചനത്തിലേക്ക് കടന്നു വരാനായിട്ട് വചനം വായിക്കാനായിട്ട് വചനം കേൾക്കാനായിട്ടും വചനം പറയാനായിട്ടും നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ